വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 2 വർഷത്തെ ഒരു ഡേറ്റ സർക്കാർ പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പാലാ പിതാവ് പറഞ്ഞ ഈ ഒരു പരാമർശത്തിൻ്റെ ഒരു പ്രാധാന്യതയും ഇത്രമാത്രം ഭീകരമാണ് ആ ഒരു യാഥാർത്ഥ്യം എന്നതൊക്കെ നമ്മുടെ പൊതുജനത്തിന് മനസ്സിലാകാവുന്നതല്ലേ ഉള്ളൂ. ഡോക്ടർ ചാക്കോ കടമ, നമ്മളെ കഴിഞ്ഞ 1 വർഷത്തെയോ 6 മാസത്തെയോ യഥാർത്ഥ ചിത്രം പുറത്തുവിടാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഭയപ്പാട് ജനിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കുമെന്ന് സംശയമില്ല. കാരണം പോലീസ് റിപ്പോർട്ടുകൾ ആ തരത്തിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പാലാ പിതാവ് പറഞ്ഞ ഒരു സംഭവത്തെ രേഖകൾ കൊണ്ട് തന്നെ ഖണ്ഡിക്കാൻ ഭരണ സംവിധാനങ്ങൾ കഴിയണ്ടേ? ഇവിടെ ഇങ്ങനെ ഇല്ല, ഇതാണ് ഇവിടുത്തെ ഉദ്ദേശിച്ചത്, എന്തേ അത് പുറത്തേക്ക് വരാത്തത്? എനിക്ക് അതിശയം തോന്നിയൊരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഞാൻ ആദ്യം കേൾക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഗൂഗിൾ അസിസ്റ്റന്റിന്റെ സഹായത്തോടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എനിക്ക് അറിവില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തോട് പറയുന്നത്, ഒരു ഭരണാധികാരി പറയുന്നത്, ഒരു സംസ്ഥാനത്തിന്റെ തലവത്തിരുന്നോട് പറയുന്നെന്ന് പറയുമ്പോൾ വിഷമം തോന്നിയാണ്. കാരണം യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു പഠന പേപ്പർ, ആ യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇഫ്സാസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ സമിതിയുടെ ആനുവൽ മീറ്റിംഗിന്റെ അജണ്ട വരെ തീരുമാനിക്കുന്ന അത്രമാത്രം പ്രാധാന്യമുള്ളൊരു സംഘടനയാണ്. എവിടെയുള്ള ഒരു പേപ്പർ സംഘടനയല്ല. ആ സംഘടന റിലീസ് ചെയ്തിരിക്കുന്ന ഒരു പഠന റിപ്പോർട്ടിന്റെ ടൈറ്റിൽ തന്നെ നർക്കോട്ടിക് ജിഹാദ് തറാമണി ഫോർ ഹലാൽ പർപ്പസ് അല്ലെ ഹലാൽ കോസ് എന്നാണ്. നർക്കോട്ടിക് ജിഹാദ് അവിടെ കൂട്ടി അതിന്റെ ടൈറ്റിലാണത്. ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ പറയുന്നവരെല്ലാം പലപ്പോഴും പറയുന്നത് ഇവിടെ സംഖ്യകളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ സംഖ്യയാവണം, അതുപോലെ തന്നെ യൂറോപ്യൻ നേതാക്കന്മാരെ സംഖ്യകളാവണം, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ, അതുപോലെ തന്നെ ബെഹ്റ, നമ്മുടെ മുൻ DGP ബെഹ്റ, ഇവരെല്ലാം സംഖ്യകളാവണ്ടേ? അങ്ങനെ പറഞ്ഞു ഒഴിവാകുകയല്ല വേണ്ടത് സമൂഹത്തില്. മറിച്ച് ഈ ഒരു സത്യാവസ്ഥയെ പുറത്തു കൊണ്ടുവരാൻ ഈ നർക്കോട്ടിക് ജിഹാദ് പോലുള്ള സംഭവം വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്നതാണെന്നും അത് കേരളത്തിൽ അതിന്റെ അടിവേരികൾ ഉണ്ടെന്നും കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് ഈസ്റ്ററിന് നടന്നിരിക്കുന്ന ആ വലിയ സ്ഫോടനം കേരളത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു എന്ന് ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളും മയക്കുമരുന്ന് ലോബികളും ഇവിടെ സജീവമാണെന്നുമുള്ള ഏറ്റുപറച്ചിലും തിരുത്താനുള്ള ആർജവവും കണ്ടെത്തി അവരെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമുള്ളവരാണിത് പറയുന്നതെന്ന് തോന്നും. കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് വാസ്തവത്തിൽ.